ദിലീപിനെതിരെ ശക്തമായ ഒരു തെളിവായി പ്രോസിക്യൂഷൻ മീഡിയയിൽ, കോടതിയിലല്ല മീഡിയയിൽ പറഞ്ഞ ഒരു സാധനമുണ്ട്. ശക്തമായ ഒരു തെളിവ് തന്നെയാണ് എന്ന് തോന്നും. അതായത് ദിലീപ് അബാദ് പ്ലാസയിൽ ഉണ്ടായിരുന്ന ദിവസം, ആ ഡേറ്റിൽ, ആ സമയത്ത് പൾസർ സുനിയും ഉണ്ടായിരുന്നു. ആ അബാദ് പ്ലാസയുടെ പുറത്തുള്ള രജിസ്ട്രിയിൽ നമ്പറുകൾ, ഫോൺ നമ്പറുകൾ എഴുതുന്ന, വണ്ടി നമ്പർ എഴുതുന്ന രജിസ്ട്രിയിൽ ദിലീപിന്റെ നമ്പറും പൾസർ സുനിയുടെ ബൈക്കിന്റെ നമ്പറും ഉണ്ടായിരുന്നു എന്ന് ദിവസങ്ങളോളം ചർച്ച ചെയ്തതാണ്. ചാനലുകളിൽ പ്രോസിക്യൂഷൻ ഭാഗം പറയുന്ന വക്കീലന്മാരടക്കം വന്ന് ചാനലുകൾ പറഞ്ഞാണ്. പ്രോസിക്യൂഷൻ ഇങ്ങനെ ചോർത്തി കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനുശേഷം ഇപ്പൊ കോടതി വിധി വന്നപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ചാനലുകളിൽ പറഞ്ഞ ആ അബാദ് പ്ലാസയിലെ രജിസ്ട്രി എവിടെ, വൈ ഡോണ്ട് യു മാർക്ക് ഇറ്റ് ആസ് എക്സിബിറ്റ് ആയിട്ട് ഇത് മാർക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പോലീസ് പറഞ്ഞത് ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഒരു രജിസ്ട്രി അബാദ് പ്ലാസയിൽ ഇല്ല, അങ്ങനെ ഒരു പതിവ് അബാദ് പ്ലാസയിൽ ഇല്ല, നമ്പറുകൾ എഴുതുന്ന പതിവ്. അപ്പോൾ എന്തെന്നാണ് ഇവര് ചാനൽ ചർച്ചയിൽ ഘോര പറഞ്ഞത്? എല്ലാ പ്രോസിക്യൂഷനും ഭാഗം പറയുന്ന വക്കീലന്മാരടക്കം വന്ന് പറഞ്ഞായിരുന്നു. ഒന്നാമതേ ഇത് ഉണ്ടെങ്കിൽ തന്നെ ദിലീപും പൾസർ സുനിയും ഒരേ സമയം അബാദ് പ്ലാസയിൽ ഒരേ സമയം കയറിപ്പോയി, ഗേറ്റ് വഴി കയറിപ്പോയിരുന്നു. ഒരേ സമയം അവരവിടെ പ്രസന്റ് ആയിരുന്നു. അവിടെ 2000-3000 പേർക്ക് ഒരേ സമയം കഴിയാൻ പറ്റും. അതുകൊണ്ട് അതൊരു തെളിവാവുന്നില്ല ഗൂഢാലോചനയ്ക്ക്. ദിലീപിനെതിരെ മറ്റൊരു ശക്തമായ തെളിവ്, ദിലീപിന്റെ അനിയൻ അനൂപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് പൾസർ സുനിക്ക്, അതായത് എഴുതിയേക്കുന്നത് സുനിൽ കുമാറിന് 650 രൂപ എന്ന് പറഞ്ഞ ഒരു റെസിപ്റ്റ് എക്സിബിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഈ കേസിൽ. മാർക്ക്ഡാണ്. നേരത്തെ പോലെ എക്സിബിറ്റേ ഇല്ലാണ്ടുള്ള ചാനൽ ചർച്ചയിലുള്ള പ്രോസിക്യൂഷൻ വാദമല്ല, മാർക്ക്ഡാണ്. അപ്പൊ 650 രൂപ ആണോ 1.5 കോടിയുടെ കൊട്ടേഷൻ, അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ നോക്കുമ്പോൾ ആ റെസിപ്റ്റ്, അതായത് ഒരു വലിയ വൗച്ചർ ബുക്കിലുള്ള ഒരു റെസിപ്റ്റ് ആണ് ഈ 650. അതിന്റെ തൊട്ടു മുമ്പത്തെയും തൊട്ടു ശേഷമുള്ള റെസിപ്റ്റുകൾ പരിശോധിച്ചിട്ട് ജഡ്ജി എഴുതിയിരിക്കുന്നത് സുനിൽ കുമാർ 650 ഉണ്ട്. പക്ഷെ അവൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പും തൊട്ട് ശേഷവും ഉള്ളത് എല്ലാവർക്കും 650 വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുമുണ്ട് സാജൻ, ജൂനിയർ ആർട്ടിസ്റ്റ്, വാച്ച്മാൻ 650, അടുത്തത് ചിൽഡ്രൻ 650, അടുത്തത് കർഷകൻ 650. എല്ലാത്തിൻ്റെ ഒപ്പം ചിലത് ജൂനിയർ ആർട്ടിസ്റ്റിന് എഴുതിയിട്ടുണ്ട്, ചിലതിൽ ഒന്നും എഴുതിയിട്ടില്ല, പേര് മാത്രം എഴുതി. അതായത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കൈനഗിരി ഭാഗത്ത് ഷൂട്ടിംഗ് നടന്നപ്പോൾ കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ദിവസം നിൽക്കുന്നതിന്റെ കൂലിയാണ് 650. വഴിപോക്കനായിട്ട് നടക്കുന്നതിനൊക്കെ 650 ആയിരുന്നു. ആ 650 ആണ് ഈ എഴുതിയേക്കുന്നത്. അതിൽ ഏതോ ഒരു സുനിൽ കുമാറാണ് ഇത്. പക്ഷെ കാണുമ്പോൾ, ഇതും ചർച്ചയായതാണ്, കാണുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകന്റെ നിഷ്കളങ്കന് തോന്നും പൾസർ 650 കൊടുത്തു. ഇത് മുഴുവൻ ചെക്ക് ചെയ്യുന്നില്ല അവൻ, മുഴുവൻ അറിയുന്നില്ല. കാരണം ചാനൽ ചർച്ചയിൽ ഇത് മുഴുവൻ വന്നിട്ടില്ല. മുഴുവൻ വന്നത് ഈ പ്രോസിക്യൂഷൻ, ഈ ജഡ്ജ്മെന്റിൽ എക്സിബിറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തപ്പോൾ ഇതിന്റെ അപ്പുറം ആയിട്ടുള്ളതും എക്സിബിറ്റ്സ് ആയിട്ട് കിടപ്പുണ്ട്. അതിനെപ്പറ്റി ഒരു പരാമർശമുണ്ട്. എന്തിനാണ് ഇത് എടുത്തത്, വൈ ഇസ് ഇറ്റ് ആക്സെപ്റ്റബിൾ, എങ്ങനെയാണിത് സുനിൽ കുമാർ എന്നുള്ള ആള് പൾസർ സുനിയാണോ എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞു, അല്ല, അത് പൾസർ സുനി ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇത് ഇവിടെ എക്സിബിറ്റ് ആയിട്ട് കൊണ്ടുവന്നത് എന്നാണ് അവരുടെ വാദം. സാധാരണഗതിയിൽ നിങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുകയോ വണ്ടി വാടകയ്ക്ക് കൊടുക്കുകയോ, വാടകയ്ക്കായാലും എങ്ങനെയായാലും നിങ്ങളുടെ ഓണർഷിപ്പിലുള്ള വീട്ടിലോ കാറിലോ ബസ്സിലോ എവിടെയാവട്ടെ, അവിടെ ഒരു ഇഷ്യൂ നടന്നാൽ, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ തട്ടി അകത്തിടും. പിന്നെ നമ്മൾ പറഞ്ഞു നടക്കണം, നമ്മൾ തെളിയിക്കാൻ നടക്കണം, ഞാൻ ഇവരായിട്ട് ബന്ധമൊന്നും ഇല്ലായേ, ഞാൻ വാടകയ്ക്ക് കൊടുത്തതാണ്, എനിക്ക് ഇവരായിട്ട് ബന്ധങ്ങളൊന്നുമില്ലേ, ചെറിയ ബന്ധമുള്ള, വാടകയ്ക്ക് കൊടുത്തിട്ടേ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു നടക്കണം. പക്ഷെ ഈ ഇഷ്യൂല് നടി ഇന്നൊരു സ്ഥലത്ത് നിന്ന് ഇന്നൊരു സ്ഥലത്തേക്ക് പോകാൻ എനിക്കൊരു വണ്ടി വേണമല്ലോ എന്ന് ലാലിനെ വിളിച്ച് പറയുകയും ലാല് വണ്ടി അറേഞ്ച് ചെയ്യുകയും ആ വണ്ടി ആയിട്ട് ചേർന്നാണ് കൃത്യം നടന്നേക്കുന്നത്. വേറെ വണ്ടി വന്ന് ഇടിച്ചു, എല്ലാം ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ ആ വണ്ടി ആയിട്ട് ചേർന്നാണ്, ആ വണ്ടിയുടെ ഓണർ ലാലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ, സാധാരണ നിങ്ങളാണ് ഓണറെങ്കിൽ നിങ്ങളെ തട്ടി അകത്തിടും. പക്ഷേ തുടക്കത്തിൽ പൾസർ സുനി പറഞ്ഞ ഞാനിത് ചെയ്തത്
മാഡത്തിന് വേണ്ടിയാണ് എന്ന കാര്യം എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ അന്വേഷിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞു അന്വേഷിച്ചിട്ടില്ല. ചോദിച്ചു ആ മാഡം ആരാന്ന് ചോദിക്കുകയോ അന്വേഷിക്കുകയൊന്നും ചെയ്തില്ലേ? പ്രോസിക്യൂഷന്റെ ഉത്തരം അന്വേഷിച്ചിട്ടില്ല. ജഡ്ജ് പിന്നെയും പല ഘട്ടങ്ങളിലായിട്ട് ചോദിച്ചപ്പോഴും ഇവരുടെ ഉത്തരം മാഡം ആരാന്ന് അന്വേഷിച്ചിട്ടില്ല എന്നായിരുന്നു. എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല? ഇത് പ്രത്യേക പരാമർശമുണ്ട് ജഡ്ജ്മെന്റിൽ. കേസിലെ വിധിപ്പകർപ്പിൽ പേജ് 580 എഴുതിയിരിക്കുന്നത് A1 entrusted MO 54 to PW 20 ഒരു റൂട്ട് മാപ്പ് കൊടുത്ത കാര്യമാണ് എഴുതിയേക്കുന്നത്. അതായത് പൾസർ സുനി എന്ന ഗുണ്ട ശാന്തിഗിരി കോളേജിന്റെ അവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവനവിടെ വൺ ഓഫ് ദി ഡ്രൈവർമാരായിട്ട് ഉണ്ടായിരുന്നു. ഈ സിനിമാക്കാര് ഇഷ്ടംപോലെ ഗുണ്ടകളെയും ഇഷ്ടംപോലെ റൗഡികളെയും എല്ലാ സിനിമാക്കാരും കഞ്ചാവ് കൊണ്ടിരുന്നവരെയും എല്ലാവരും ഇവര് ഡ്രൈവറായിട്ട് ഇവരായിട്ട് ബോഡി ഗാർഡായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി ഗുണ്ടാസ് ആയിരുന്നു ഇവൻ, ഈ സിനിമ ലൊക്കേഷനിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയിൽ ഡ്രൈവർ. നിങ്ങളിത് കേട്ടിരിക്കുന്നത് പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഉണ്ടെന്നുള്ള രീതിയിൽ CDR ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ, ഞങ്ങളിത് കോടതി കൊടുക്കുന്നുണ്ട് കേട്ടോ. CDR എന്ന് പറഞ്ഞാൽ കോൾ റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് പ്രോസിക്യൂഷന് വേണ്ടി സംസാരിക്കുന്ന ആ ഭാഗം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേര് മാധ്യമങ്ങളിലൊന്ന് പറഞ്ഞിട്ടുണ്ടാവും. സത്യത്തിൽ ഇതിന്റെ അകത്ത് എന്താന്ന് ഈ 580 പേജിന്റെ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ MO 54 ഇൻട്രസ്റ്റ് ചെയ്തതിന്റെ ഒപ്പം അതിന്റെ താഴെയായിട്ട് കൺക്ലൂഷൻ എഴുതിയിട്ടുണ്ട്. ശാന്തിഗിരി കോളേജിന്റെ അവിടെ നിന്ന് കൂടെയുള്ള CDR കോൾ റെക്കോർഡ്. അതില് ഇവര് രണ്ടുപേരും A1 A8 ഒരു കോൾ ടവറിന്റെ കീഴിലാണെന്ന് മാത്രമേ ഉള്ളൂ, ഇത് പോരാ ഗൂഢാലോചന തെളിയിക്കാൻ എന്ന് കൃത്യമായിട്ട് ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കോൾ ടവറിന്റെ കീഴില്, ഇപ്പൊ ഇവിടെ അടുത്ത് ഒരു കോൾ ടവറിന്റെ കീഴില് 1,00,000 പേരുണ്ടാവും. വലിയ സിറ്റിയാണ്, 2,00,000 പേരുണ്ടാവും. ഈ 2,00,000 പേരിൽ ഒരാൾ പൾസർ സുനിയും ഒരാൾ ദിലീപും അല്ലെങ്കിൽ ഒരാൾ വീരപ്പനും ഒരാൾ ഒസാമ ബിൻ ലാദനുമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഒരു കോൾ ടവറിന്റെ കീഴിൽ എത്ര ലക്ഷം പേരുണ്ടാവും, ഇത് പോരാ തെളിയിക്കാൻ എന്ന് പറഞ്ഞാണ് ഈ CDR തള്ളിക്കളഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ CDR വലിയ രീതിയിൽ ചർച്ചയായതാണ്, ആരും വിശ്വസിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ചയായതാണ്. അത് മാത്രം കണ്ടിരിക്കുന്ന ഒരു നിഷ്കളങ്കന് ഈ വിധി വായിക്കാതെ പോയാൽ അവൻ വിശ്വസിക്കും CDR ഉണ്ടല്ലോ, കോൾ റെക്കോർഡ് ഉണ്ട് ദിലീപും പൾസർ സുനിയും തമ്മിൽ, അവർ സംസാരിച്ചിട്ടുണ്ടാവും. അവർ സംസാരിച്ചാൽ തന്നെ അതിൽ അപാകതയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന എത്ര പേര് നാളെ കള്ളനും കൊലപാതകയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ അതല്ല, ആ സംസാരിച്ച CDR എന്ന് പറഞ്ഞാൽ ഒരേ കോൾ ടവറിലുള്ള ഡീറ്റെയിൽസ് ഉള്ള CDR ആണ്. കോടതിയിൽ ദാറ്റ് വാസ് സബ്മിറ്റഡ് ആസ് ദി എക്സിബിറ്റ്, ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യന്റ്. MO 84 1-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ MO 84 കേസ് ഡയറിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് 1-ാം തീയതി. അതിനുശേഷം 2-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ ആ മൊബൈൽ എത്തിയ ശേഷം 2-ാം തീയതിയാണ് ആ മൊബൈലിലുള്ള ദിലീപും 50 അടി ദൂരെ നിൽക്കുന്ന പൾസർ സുനി, ദിലീപ് ആരുടെ ഒപ്പം നിന്ന് എടുക്കുന്ന ഒരു സെൽഫി. ആര് ചെന്നാലും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും സെൽഫി എടുക്കാൻ സമ്മതിക്കും. അതിന്റെ 50 അടി പുറകിൽ ഒരു പൾസർ സുനി ഇപ്പുണ്ട്. മുഖം സൂം ചെയ്താൽ കാണാം അയാൾ തന്നെയാണ്. ഇതാണ് വലിയ തെളിവായിട്ട് ചാനൽ ചർച്ചയിലെ കൊണ്ടുവന്നത്. അതിന്റെ റെലവൻസി നിങ്ങൾക്ക് ഊഹിക്കാം. ആര് ചെന്നാലും സെൽഫി എടുക്കും. സെൽഫി എടുത്തിട്ടില്ല, പുള്ളി പുറകിൽ നിൽക്കുകയാണ്. അതും പോട്ടെ, ജഡ്ജിന്റെ ചോദ്യം അതല്ല. ജഡ്ജി അത് റെലവെന്റ് ആയിട്ടില്ല. ജഡ്ജിന്റെ ചോദ്യം 1-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ സീസ് ചെയ്ത MO 84 ബിന്ദിൽ എന്നോ മറ്റാണ് അയാളുടെ പേര്, ആ ഫോൺ കൊണ്ടു കൊടുത്ത അയാളുടെ ഫോണാണ്. അയാളോട് ചോദിച്ചിരുന്നു ഇത് എവിടെയെങ്കിലും കൊടുത്തിരുന്നോ, ഇതിന്റെ കോപ്പീസ് ഇല്ല. 1-ാം തീയതി പോലീസുകാരുടെ കയ്യിൽ കിട്ടുന്നു. 2-ാം തീയതി കൃത്യമായിട്ട് ചാനൽ ചർച്ചയിൽ ഇങ്ങനൊരു ഫോട്ടോ ഉണ്ട്, ദിലീപും ഇവരും ക്ലോസ് ആണ്, വളരെ ക്ലോസ് ആണ്, 50 അടി ദൂരെ നിൽക്കുന്ന പൾസർ സുനിയെ കണ്ടോ പറഞ്ഞുള്ള ഇത് എല്ലാ ചാനലിലും ചർച്ചയായി. അപ്പൊ ജഡ്ജിന്റെ ചോദ്യം ഇതായിരുന്നു. അദ്ദേഹം ചോദിച്ചത് ഇതെങ്ങനെ പുറത്തുപോയി? പോലീസിന്റെ കയ്യിൽ 1-ാം തീയതി എത്തിയ ഫോണിലെ ഡാറ്റ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണേ. അതായത് ഇതിലത്തെ കംപ്ലൈനന്റ് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടാണ്. ആദ്യത്തെ ജഡ്ജി ആണായിരുന്നു കൗസർ അർപ്പകത്ത്, അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയിലെ ജഡ്ജിയാണ്. ആ ജഡ്ജി പോരാ, എനിക്ക് വനിതാ ജഡ്ജി വേണം എന്ന് പറഞ്ഞു വനിതാ ജഡ്ജിയാക്കി. ഇപ്പൊ വനിതാ ജഡ്ജിയും പോരാ, ഞാൻ പറഞ്ഞ വേറെ ജഡ്ജി വേണം എന്ന് പറഞ്ഞു.
അതുപോലെ വേറൊരു വാശിയായിരുന്നു മുഴുവൻ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണമെന്നുള്ളത്. മുഴുവൻ അതായത് സാധാരണ വിക്ടിമിന്റെ പ്രൈവസി ചോർന്നു പോകാൻ സാധ്യതയുള്ള മൊഴികളുടെയും ആ പ്രത്യേക ചില പ്രൊസീജിയേഴ്സ് മാത്രമേ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിട്ട് ചെയ്യാറുള്ളൂ. പ്രൈവസി ചോർന്നു പോകാതിരിക്കാൻ, ആരാണ് എന്താണെന്ന് അറിയാതിരിക്കാൻ, പിന്നെ ആ കാര്യങ്ങൾ ട്രോമയായിട്ട് വരാതിരിക്കാനും നാട്ടുകാർ അറിയാതിരിക്കാനും ഒക്കെ. ഇതിനകത്ത് മുഴുവൻ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എടുത്തോ എന്ന് പറഞ്ഞു. ആ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലത്തെ സ്ഥിരമായിട്ട് ഈ മീഡിയക്ക് ചോർന്നു പോകുന്ന വിവരങ്ങളിൽ ഈ വിവരം എങ്ങനെ ചോർന്നു, അതായത് ഇതിൽ 100-200 തവണയെങ്കിലും ചർച്ച വന്നിട്ടുണ്ടാവും. ഓരോ തവണയും പ്രോസിക്യൂഷൻ എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെന്ന് പറയും. ആ തെളിവ് നേരത്തെ പറഞ്ഞ CDR കോൾ റെക്കോർഡ് എന്ന് കേട്ടാൽ എന്താവുന്ന, ദിലീപും സുനിയും സംസാരിച്ചു, കുറെ മണിക്കൂറുകളോളം സംസാരിച്ചു. കോൾ റെക്കോർഡ് ഉണ്ടെന്നും പറഞ്ഞാണ് ചർച്ച. പക്ഷെ ഒരേ ടവർ ലൊക്കേഷന്റെ അകത്തുണ്ടെന്നുള്ളതായിരുന്നു വലിയ തെളിവ്. 50,000 പേരുണ്ട് ഒരു കോൾ ലൊക്കേഷൻ്റെ അടുത്ത്. അത് പോട്ടെ, ഈ ഫോട്ടോ എങ്ങനെ ചോർന്നു എന്ന് ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി പ്രോസിക്യൂഷനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ യാതൊരു അറിവില്ല. ഈ ഫോട്ടോയുടെ റെലവൻസി, അതായത് ഈ ഫോട്ടോയെ പറ്റി അന്വേഷിക്കണമല്ലോ, ഇത് എന്നെടുത്താണ്, ഏതെടുത്താണ്, ഏത് സെറ്റാണ് അറിയില്ല, പോലീസുകാർക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ അതിനെ പറ്റി അന്വേഷിച്ചോ? ഇല്ല. മാത്രമല്ല, ഈ സ്ഥലത്ത്, ഈ സ്പെസിഫിക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ദിലീപും പൾസർ സുനിയും ഒരുമിച്ച് നിന്ന് മണിക്കൂറുകളോളം സംസാരിച്ചു എന്നുള്ള ധ്വനിയിലാണ് നമ്മൾ ചാനൽ ചർച്ചകൾ കണ്ടത്. ഇത് കണ്ട ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു പോലീസ് വിറ്റ്നസ് ഉണ്ടോ? ഇല്ല. ഉണ്ടായിരുന്ന ഒരു പോലീസ് വിറ്റ്നസ്, അദ്ദേഹം പറഞ്ഞത് ഡ്രൈവർമാരുടെ ഒരു ഏരിയ ഉണ്ട് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. അവിടെ സുനി ഉണ്ടായിരുന്ന 2 ദിവസവും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അയാൾ ദിലീപിന്റെ അടുത്ത് പോയത് കണ്ടോ ഇതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിനിടയിൽ ദിലീപിന്റെ അടുത്ത് പോയതെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഡ്രൈവർമാരുടെ ആ കൂട്ടത്തിന്റെ ഇടയിൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്നാണ് ആ പോലീസ് വിറ്റ്നസ് പറഞ്ഞത്.